എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അധ്യാപക ജോലിയിലേക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇൻ്റർവ്യൂ എങ്ങനെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. PSC എഴുത്തു പരീക്ഷയുടെ മാർക്ക് പോലെ തന്നെ പ്രധാനമാണ് ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും. ഞാനിവിടെ ഒരു ഉദാഹരണം കാണിക്കാം. ഇതൊരു PSC HSC റാങ്ക് ലിസ്റ്റിൻ്റെയാണ്. ഇത് ആദ്യം എഴുതിയിരിക്കുന്നത് PSC റിട്ടൺ ടെസ്റ്റിൻ്റെ മാർക്കും രണ്ടാമത് എഴുതിയിരിക്കുന്നത് ഇൻ്റർവ്യൂവിൻ്റെ മാർക്കാണ്. ഇതിൽ അവസാനം കിടക്കുന്ന ആൾക്കാരുടെ മാർക്ക് 60.67 അദ്ദേഹത്തെക്കാളും മാർക്ക് റിട്ടൺ ടെസ്റ്റിന് മാർക്ക് കുറവുള്ള ഒരു 10 പേരാണ് ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് കൊണ്ട് മുന്നോട്ട് കയറിയിരിക്കുന്നത്. PSC അധ്യാപക നിയമനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഓരോ നിയമനം എത്ര പ്രാധാന്യമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഒരു അവസരവും പാഴാക്കരുത്. നിങ്ങളുടെ ജീവിതം തന്നെ ഇത് മാറിമറിയാൻ കാരണമാവും. നിങ്ങളുടെ നിയമനത്തെ തന്നെ ബാധിക്കാതെ ഇൻ്റർവ്യൂ വളരെ ബുദ്ധിപൂർവ്വം അവസരോചിതമായി പ്രയോജനപ്പെടുത്തുക. നിയമനമൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂവിൻ്റെ ഓരോ മാർക്കും നമ്മുടെ നിയമനത്തെ ബാധിക്കും. റിട്ടൺ ടെസ്റ്റിൽ ഒരേ മാർക്കുള്ള ധാരാളം പേരുണ്ടാവും. അവിടെ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് നമ്മുടെ റാങ്ക് നിലയെ സ്വാധീനിക്കുന്ന ഒരു വലിയ ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇൻ്റർവ്യൂ വളരെ ടഫുമാണ്. പക്ഷേ ഇൻ്റർവ്യൂ സമയം നമ്മളെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അവർ നമ്മളെ വളരെ കൂളായിട്ട് ഇരുത്താനായിട്ട് ശ്രമിക്കും. ഉത്തരം പറഞ്ഞില്ലെന്ന് കരുതി അവർ ചീത്ത പറയുകയോ കളിയൊക്കെ ഒന്നും ചെയ്യില്ല. എന്നാൽ 10 മിനിറ്റിന് താഴെയാണ് ഇൻ്റർവ്യൂ എങ്കിലും ഒരുവിധം എല്ലാ ഭാഗങ്ങളും നമ്മോട് ചോദിച്ചിരിക്കും. ആ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് നന്നായി അവതരിപ്പിക്കാൻ കഴിയണമെങ്കിൽ അതിന് നല്ല പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. അതിന് സ്വയം നിങ്ങൾ തയ്യാറെടുക്കുക. എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. പല കാര്യങ്ങളും നമുക്കറിയുന്ന വിഷയത്തെക്കുറിച്ചാണെങ്കിലും നമുക്ക് ആ വിഷയം സംസാരിക്കാൻ കഴിയണമെങ്കിൽ നമുക്കതിൽ പരിശീലനം വേണം. നമുക്ക് നന്നായി സംസാരിക്കുന്ന ഒരാളാണെന്ന് കരുതി ഇൻ്റർവ്യൂവിന് നന്നായി സംസാരിക്കാൻ പറ്റണമെന്നില്ല. പ്രത്യേകിച്ച് ഒരു പരീക്ഷ കഴിഞ്ഞാലായാലും നമ്മൾ പറയും, ഇതിൽ നന്നായി ചെയ്യാമായിരുന്നു എന്ന് പറയും. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ നമുക്കൊരു സാധാരണ സംഭാഷണം നമുക്ക് സംസാരിക്കാൻ അങ്ങനെ പറ്റില്ല. അത് നമ്മുടെ നിലവാരം കുറയ്ക്കുക. ഒരു ഔദ്യോഗിക സംഭാഷണം തന്നെ ആയിരിക്കണം അത്. നമുക്ക് ഓരോ പോയിൻ്റായിട്ട് അവരെന്ത് കാര്യം ചോദിച്ചാലും നമുക്കൊരു പോയിൻ്റായിട്ട് പറയാനും അത് നമുക്ക് സമർത്ഥിക്കാനും കഴിയണം. സാധാരണ ഇൻ്റർവ്യൂ ബോർഡിൽ ഒരു ജനറലും പിന്നെ നമ്മുടെ വിഷയത്തിൻ്റെ HSA പോലെയുള്ള ഇൻ്റർവ്യൂ ആണെങ്കിൽ നമ്മുടെ വിഷയത്തിൻ്റെ എക്സ്പെർട്ട് ഉണ്ടാവും. ചിലപ്പോൾ അത് 2 വീതം ആയിരിക്കും. 2 ജനറലും 2 വിഷയ എക്സ്പെർട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ജനറൽ വിഭാഗം ചോദിക്കുന്ന ചോദ്യം മിക്കതും നമ്മുടെ സ്ഥലം, അവിടെ നമ്മൾ വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മുടെ ബയോഡാറ്റയിൽ എഴുതിയിരിക്കുന്ന ഫോമിൽ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്നില്ലെങ്കിൽ അതനുസരിച്ച് നമ്മളോട് ചോദിക്കും. നമ്മളിപ്പോൾ ഒരു സ്റ്റേറ്റ് വൈസ് ഇൻ്റർവ്യൂവിനാണ് പോകണമെങ്കിൽ നമ്മൾ മറ്റൊരു ജില്ലയിലെ നമ്മുടെ ജില്ലയിലല്ലാണ്ട് മറ്റൊരു ജില്ലയിലാണ് ഇൻ്റർവ്യൂവിന് പോകുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു HSC ഇൻ്റർവ്യൂവിന് എന്നോട് ചോദിച്ചതാണ്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജില്ലയെ സാംസ്കാരിക തലസ്ഥാനം എന്ന് വിളിക്കുന്നത്? നമ്മുടെ ഓരോ ജില്ലകൾക്കും ചില സ്ഥലങ്ങൾക്കൊക്കെ അവിടുത്തെ പ്രത്യേകതകൾ കൊണ്ട് അറിയപ്പെടുന്ന ചില പേരുകളുണ്ടായിരിക്കും. ഇപ്പോൾ കിഴക്കിൻ്റെ വെന്നീസ്, റൈസ് ബോൾ ഓഫ് കേരള, അറബിക്കടലിൻ്റെ റാണി, വാണിജ്യ തലസ്ഥാനം, അക്ഷര നഗരം, സുഗന്ധദ്രവ്യങ്ങളുടെ നഗരം. അങ്ങനെ നിങ്ങളുടെ ജില്ലകൾക്കോ സ്ഥലത്തിനോ പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായി തന്നെ സംസാരിക്കാനായിട്ട് കഴിയണം. നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പ്രത്യേകത, ഭൂപ്രകൃതി, കൃഷി, അങ്ങനെ പോകുന്ന, പിന്നെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ പ്രശസ്തരായവർ, അവരെക്കുറിച്ചൊക്കെ അറിയണം. ചില രാഷ്ട്രീയക്കാരൊക്കെ ചില പേരിലൊക്കെ അറിയപ്പെടും. മിക്കതും അത് വല്ല വിവാദമായ എന്തെങ്കിലും കേസുമായി ബന്ധപ്പെട്ടായിരിക്കും. അപ്പോൾ ഇന്ന രാഷ്ട്രീയ നേതാവ് എന്തുകൊണ്ട് ഇങ്ങനെ അറിയപ്പെടുന്നു? അതുപോലെ അടുത്ത വല്ല സ്കൂളുകളുണ്ടായി. ഇപ്പോൾ മിക്ക സ്കൂളുകളും കോളേജുകളും ഏതെങ്കിലും ഒരു പ്രമുഖ ആളുടെ പേരിലായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് വല്ല പ്രൊജക്റ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം, അതാണ് അവർ അതൊക്കെ ചോദിക്കും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രവും ഭൂപ്രകൃതിയും സമകാലിക പ്രശ്നങ്ങളെക്കുറിച്ചും ആധികാരികമായി സംസാരിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഏതു വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകരാണെങ്കിലും നാം ജീവിക്കുന്ന ചുറ്റുപാടിനെക്കുറിച്ചൊരു സാമാന്യ അവബോധം നമുക്കുണ്ടോ എന്ന് അവർ പരിശോധിക്കും. മറ്റൊന്ന് ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട ജനറൽ ചോദ്യങ്ങളുണ്ടായിരിക്കും. ഉദാഹരണമായിട്ട് ചോദിച്ചത് PTSA എന്താണെന്നാണ് ചോദിച്ചത്. PTSA പാരൻറ്റ്സ് ടീച്ചർ സ്റ്റുഡൻറ്റ് അസോസിയേഷനാണ്. അപ്പോൾ നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കൂൾ PTA എന്നൊക്കെ അടിച്ചു കൊടുത്താൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡയറ്റ്, DIET, SEERT, അങ്ങനെ അതൊക്കെ പല വിദ്യാഭ്യാസ പദ്ധതികളെക്കുറിച്ചും വിശദമായി പഠിക്കണം.
ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അത് പ്രധാന ലക്ഷ്യം പൂർത്തീകരിച്ച സ്ഥിതിക്ക് ഇനി മുതലിപ്പോൾ അത് വിദ്യാകിരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞപ്രകാരം പൂർത്തീകരിച്ച ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ വിദ്യാകിരണം വഴി എന്തൊക്കെയാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് നിങ്ങളുടെ വിഷയത്തെ എങ്ങനെ ബാധിക്കും, എങ്ങനെയെല്ലാം ഈ പദ്ധതികളെ നമുക്ക് ഉപകാരപ്രദമാക്കിയെടുക്കാം, ഇതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം. ഞാൻ ആകെ ഒരു വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നിലവിലുള്ള എല്ലാ പദ്ധതികളും കമ്മീഷനുകളെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സ്കൂൾ മാഗസിൻ, ടീച്ചേഴ്സ് മാഗസിൻ, ഡിജിറ്റൽ മാഗസിൻസ്, പിന്നെ അടുത്ത വല്ല RMS പോലുള്ള സ്കൂളുകളുണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തന ക്രമങ്ങളെക്കുറിച്ച് അറിയണം. ടീച്ചിങ് ടൂൾസ് അതിപ്പോൾ ട്രഡീഷണലുണ്ട്, ഡിജിറ്റലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞിരിക്കണം. നിങ്ങളോട് ക്ലാസ് എടുക്കാൻ പറയുകയാണെങ്കിൽ ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ടീച്ചിങ് ടൂൾസ് നിങ്ങൾക്ക് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാം, കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തെല്ലാം ചെയ്യാമെന്ന ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. PSC ഇൻ്റർവ്യൂ ബോർഡിന് മുന്നായൊക്കെ നമ്മളൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കും. അതിൽ പ്രധാനമായിട്ട് ഹോബിയായിട്ട് അധികം പേരും കൊടുക്കുന്നത് കൃഷിയായിരിക്കും. അപ്പോൾ 2 തെങ്ങുകൾക്കിടയിലുള്ള അകലം എത്രയായിരിക്കണം, അല്ലെങ്കിൽ പശു ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര പശുവിന് എത്ര നീളമുള്ള തൊഴുത്ത്, എത്ര അടിയുള്ള തൊഴുത്ത് വേണം, അല്ലെങ്കിൽ ഇത്ര കോഴിക്ക് എത്ര ഇതിലുള്ള ഫാം വേണം, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൃഷി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കിലോയ്ക്ക് ഇപ്പോൾ എന്ത് വിലയുണ്ട് അതിന് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. തമാശ രൂപേണയെങ്കിലും അവരെല്ലാം ഇങ്ങനെ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ സംഗീതം, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആരുടെ സംഗീതമാണ് ഇഷ്ടം, ഏത് തരം, ഹിന്ദുസ്ഥാനിയാണോ കർണാടിക്കാണോ, ആരുടെ രചനകളാണ് ഇഷ്ടം, ഈ രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹോബി ഒരിക്കലും തമാശയായിട്ട് എഴുതരുത്. ഇപ്പം ഏതെങ്കിലും ഒരു വിഷയം നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യ അടിസ്ഥാന കാര്യങ്ങളെങ്കിലും നിങ്ങളതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയിൽ നിന്ന് ഇപ്പോൾ അധ്യാപക മേഖലയിലേക്ക് വരുന്നവരാണെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ആ മേഖലയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. നിങ്ങൾ മറ്റേതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, അതുപോലെ തന്നെ ഈ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ ടീച്ചിങ്ങിൻ്റെ ആണെങ്കിൽ ഇത് മുന്നത്തെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇപ്പം നിങ്ങളുടെ വിഷയ സംബന്ധമായ ചോദ്യം ചോദിക്കണമെങ്കിൽ തന്നെ ഇപ്പോൾ എന്നോട് എൻ്റെ ലിറ്ററേച്ചറാണ്, അപ്പോൾ റിയലിസവും സർറിയലിസവും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചത്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ അത് ഉദാഹരണ സഹിതം നിങ്ങൾക്ക് വ്യക്തമാക്കാൻ കഴിഞ്ഞാൽ അത് വളരെ നല്ല കാര്യമാണ്. ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ കഴിയുക, ഭയമല്ല കരുതലാണ് വേണ്ടത് എന്ന് പറയുന്ന പോലെ ഒറ്റ വാക്കിൽ പറയേണ്ട ഉത്തരങ്ങളല്ല ഇൻ്റർവ്യൂ ബോർഡിന് മുന്നിൽ വേണ്ടത്. വിശദമായി തന്നെ സംസാരിക്കേണ്ടി വരും. ആ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തുക. PMശ്രീ പോലുള്ള ഇപ്പോഴത്തെ വിവാദമായ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നന്നായി വിദ്യാഭ്യാസപരമായ കമ്മീഷനുകളായാലും എന്തായാലും നിങ്ങളതിനെക്കുറിച്ച് നന്നായി വിശദമായി അറിഞ്ഞിരിക്കണം. ഇൻ്റർവ്യൂ എന്ന നോട്ട് എഴുതി ഒരു പുസ്തകം ഒന്ന് തയ്യാറാക്കി ഓരോ വിഷയത്തെക്കുറിച്ച് നിങ്ങളൊന്ന് നോട്ട് എഴുതി സംസാരിച്ചൊന്ന് ശീലിക്കുന്നത് നന്നായിരിക്കും. ഒട്ടും തന്നെ ടെൻഷൻ അടിക്കാതെ ഇൻ്റർവ്യൂ ബോർഡിനെ സമീപിക്കണം. കാരണം ടെൻഷൻ അടിച്ചാൽ നമുക്ക് അറിയുന്ന കാര്യം തന്നെ പറയാൻ കഴിയില്ല. അങ്ങനെ അമിത സമ്മർദ്ദമുള്ളൊരു വ്യക്തിയാണെങ്കിൽ അത് മാറ്റാനുള്ളതും എന്താണെന്ന് വെച്ച് ചെയ്യണം. കാരണം ഒരുപാട് അവസരങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഓരോ അവസരവും നമ്മൾ ഒരു കാരണവശാലും വിട്ടുകളയരുത്. അതുപോലെ തന്നെ നിങ്ങൾ എന്തുകൊണ്ട് അധ്യാപകരാകാൻ തീരുമാനിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ഈ വിഷയം പഠിക്കാനെടുത്തു, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വളരെ ക്രിയേറ്റീവായ ഉത്തരങ്ങൾ നിങ്ങൾ നൽകുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള ആ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതിന് വ്യക്തമായ നല്ല ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. ശരിക്കും ഒരു PSC റിട്ടൺ ടെസ്റ്റ് എഴുതാൻ നമ്മൾ തയ്യാറെടുക്കുന്ന പോലെ വലിയൊരു പഠനമോ വലിയൊരു സമയമോ ഇൻ്റർവ്യൂവിന് വേണ്ടി തയ്യാറെടുക്കേണ്ടതില്ല. എങ്കിലും എൻ്റെ ഇൻ്റർവ്യൂ തയ്യാറെടുപ്പുകൾ എന്ന് പറഞ്ഞൊരു നോട്ട് തയ്യാറാക്കി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ കണ്ടെത്തി ഒരു പാരഗ്രാഫ് പോലെ, ഉപന്യാസം പോലെയൊക്കെ ഒന്ന് എഴുതി പറഞ്ഞ് ശീലിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. പേഴ്സണാലിറ്റി ഡിസോർഡർ കുട്ടികളിൽ എന്ന പോലെ തന്നെ അധ്യാപകരിലുണ്ട്. ഒരുപാട് ഇഷ്യൂസ് പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ നിരന്തരം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന, ടെൻഷനാക്കുന്ന ചോദ്യങ്ങൾ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും. വളരെ ശാന്തമായി തന്നെ അതിനെ കൈകാര്യം ചെയ്യാൻ പഠിക്കുക. അതുപോലെ തന്നെ അധ്യാപനത്തോടും നമ്മുടെ സബ്ജക്റ്റിനോടും പാഷനുള്ളൊരു വ്യക്തിയാണോ, ആ വിഷയത്തിൽ ക്ലാസ് റൂമിൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും പുതുതായി ചെയ്യാൻ കഴിവുള്ളൊരു വ്യക്തിയാണോ എന്നും ഇൻ്റർവ്യൂ ബോർഡ് പരിശോധിക്കും.
പേഴ്സണൽ ഇഷ്യൂസും ഫാമിലി ഇഷ്യൂസും ഒക്കെ നമ്മൾ മാറ്റിവെച്ച് നമ്മളുടെ കഴിവിൽ നമ്മുടെ കരിയറിലൊന്ന് ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. മത്സരങ്ങളുടെ ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ ആയാലും വളരെ മത്സര ബുദ്ധിയോടുകൂടി തന്നെ നേരിടുക.